ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജയ് ധ്രുവ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ എന്താണേലും സംസാരിക്കാൻ പോകുന്ന വിഷയം ഇച്ചിരി കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. നമ്മൾ വെഡ്ഡിങ്ങിന് വർക്ക് ഔട്ട് കൊടുക്കുമ്പോഴത്തേക്കും കുറേ കോംപ്ലിമെൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ കോംപ്ലിമെൻറ്റ് കൊടുക്കുന്നത്, അല്ലേ? അപ്പം അത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കോംപ്ലിമെൻറ്റ് കൊടുക്കുകയാണ്. അതായത് ഗുഡ് കസ്റ്റമറിന്, നല്ല കസ്റ്റമറിന് അവർ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ച് ഇതൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫർമാർ ഒരു ഗിഫ്റ്റായിട്ടാണ് ഈ കോംപ്ലിമെൻ്റായിട്ട് കൊടുക്കുന്നത്. ഗിഫ്റ്റാണ്. സോ അവർ നമ്മളോട് നന്നായി സഹകരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവർ നമ്മുടെ ഇനിഷ്യലി ഞാൻ പറയാം, നമ്മുടെ പേയ്മെൻറ്റുകൾ വരെ അവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക് കൊടുക്കുന്ന കോംപ്ലിമെൻ്റാണ് അല്ലെങ്കിൽ ഗിഫ്റ്റാണ്, അല്ലേ? അപ്പം പലരും ഉണ്ടല്ലോ അതിനെ ഈ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതായത് ആൽബം പ്ലസ് ഒരു മിനി ആൽബം, അത് കഴിഞ്ഞ് കലണ്ടർ, വാൾ കലണ്ടർ, ഗ്ലാസ്, കപ്പ്, അതുപോലെ തന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ, ബോക്സുകൾ, അങ്ങനെയൊക്കെ സാധനങ്ങൾ. പക്ഷേ അത് വർക്കിന് നമ്മൾ കൊട്ടേഷനിൽ അത് ഉപയോഗിക്കരുത്. ഇപ്പം നമ്മളൊരു ക്ലയൻറ്റ് നമ്മളെ വിളിച്ചു, അവരുമായിട്ട് നമ്മൾ സംസാരിച്ചു, അവരുടെ നീഡ്സുകൾ നമ്മൾ അറിഞ്ഞു. അതിനുശേഷം നമ്മുടെ സർവീസിനെ കുറിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്, നമ്മുടെ കൊട്ടേഷനിൽ മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എത്ര ഫോട്ടോഗ്രാഫേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഫങ്ഷൻസാണ് വർക്ക് ചെയ്യുന്നത്, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും നൽകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾ കൊട്ടേഷനിൽ ഒരിക്കലും നിങ്ങൾ നൽകുന്ന കോംപ്ലിമെൻറ്റുകൾ മെൻഷൻ ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് അത് എക്സ്പെക്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് മാറും. 1. 2, ക്ലയൻറ്റിന് സസ്പെൻസായിട്ട് ഇത് കൊടുക്കണം. അതായത് നമ്മുടെ കോംപ്ലിമെൻറ്റുകൾ സസ്പെൻസായിട്ട് കൊടുക്കണം. എങ്കിലാണ് അവർക്ക് കൂടുതൽ സന്തോഷമാകുന്നത്. അല്ല, ഇതെല്ലാം ആഗ്രഹിച്ചു, നമ്മുടെ കൊട്ടേഷനിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ അവർ പിന്നെ ഇതെല്ലാം കിട്ടുമല്ലോ എന്ന് കരുതി അവരിയ്ക്കുകയുള്ളൂ. പക്ഷേ അതിൽ സസ്പെൻസായിട്ട് അവർക്ക് കൊടുക്കുമ്പോഴത്തേക്കാണ് അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യരുത്. മെൻഷൻ ചെയ്യാതെ സസ്പെൻസായിട്ട് കൊടുത്താലേ ഉള്ളൂ അതിന് വാല്യൂ കൂടുതലുള്ളൂ, അല്ലേ? നമ്മളിപ്പോൾ ഒരു നല്ല വെഡ്ഡിങ്ങിന് നമ്മൾ നല്ലൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതായത് വരൻ്റെ വധുവിൻ്റെ ഒരു നല്ല ഫോട്ടോ ഉണ്ട്, അവർ നടക്കുന്ന, അല്ലെങ്കിൽ അവരുടെ നല്ലൊരു ആയിട്ടുള്ളൊരു സ്റ്റൈൽ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. അത് ഒരു വോളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അത് സസ്പെൻസായിട്ട് അവർക്ക് കൊടുക്കണം, അല്ലേ? അല്ല, ഞാൻ നിങ്ങൾക്ക് കോംപ്ലിമെൻ്റായിട്ട് ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന സാധനം, അതിലൊരു പ്രത്യേക സന്തോഷമൊന്നും കണ്ടെത്താനില്ല, അല്ലേ? ഇത് നമ്മൾ സസ്പെൻസായിട്ട് ഇവർക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ കോംപ്ലിമെൻറ്റ് കൊടുക്കുന്നത് എന്താണെന്ന്, പിന്നെ ചില ഇതുണ്ട്, നമുക്ക് ചിലപ്പോൾ ചില കസ്റ്റമറുമായിട്ട് നമുക്ക് അവസാനത്തിൽ നമുക്ക് ഫിനിഷിങ് മീൻസ് നല്ല രീതിയിൽ ഫിനിഷിങ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചിലപ്പം കസ്റ്റമർ ചിലപ്പോൾ ഒരു ലോങ് ടൈമൊക്കെ കഴിഞ്ഞായിരിക്കും നമ്മുടെ നിന്ന് ആൽബം മേടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകളൊന്നും ഇതും കൊടുക്കാനൊന്നും പറ്റത്തില്ല. എല്ലാവർക്കും തന്നെ കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ്, കോംപ്ലിമെൻറ്റുകൾ കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ നിങ്ങൾ വർക്കിന് കൊട്ടേഷൻ കൊടുക്കുമ്പോഴേ നിങ്ങൾ ഈ സാധനങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരത് എക്സ്പെക്റ്റ് ചെയ്യും. അത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു കംപ്ലൈൻ്റായിട്ട് മാറും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോംപ്ലിമെൻറ്റ് കൊടുക്കുന്നത് നമ്മളൊരിക്കലും കൊട്ടേഷനിൽ മെൻഷൻ ചെയ്യാതിരിക്കുക. ഇത്തരം ചെറിയ ടിപ്സുകൾ ഒക്കെ ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ആക്കി കഴിഞ്ഞാൽ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അയക്കുക. മറ്റേതെങ്കിലും വിഷയത്തെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതും നിങ്ങൾ എഴുതി അറിയിക്കുക. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ അജയ് ധ്രുവ.